മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി നൽകി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി നമുക്ക് പറയാം. അവിടുത്തെ നമുക്ക് ആരാധിക്കാം, അവിടുത്തേക്ക് നമുക്ക് സ്തോത്രം അർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ്. ദൈവം നമ്മെ അനുഗ്രഹിച്ചതുകൊണ്ടാണ് ഈ പ്രഭാതത്തിലേക്ക് കടന്നു വരുവാനും ഈ പ്രഭാതത്തിൻ്റെ മനോഹാരിത അനുഭവിക്കുവാനും അവിടുത്തെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുന്നതിനും നമുക്കിപ്പോഴും സാധിക്കുന്നത്. ഈ വലിയ സ്നേഹത്തെ ഓർത്ത്, അസ്തമിക്കാത്ത ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഈ വിരുന്നിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായ വിധത്തിൽ നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ പ്രത്യേകമായിട്ട് നമുക്ക് മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കാം. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനായിട്ടുള്ള ഭാഗ്യമില്ലാത്ത ധാരാളം ദമ്പതിമാർ നമ്മുടെ മധ്യത്തിലുണ്ട്. അവരുടെ വേദനയും ദുഃഖവുമൊക്കെ നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. കുഞ്ഞുങ്ങളെ നൽകി അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് തീക്ഷ്ണമായിട്ടും അവർക്ക് വേണ്ടി ഇപ്പോഴും പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. കർത്താവിന് എന്താണ് നമ്മോട് പറയാനായിട്ടുള്ളത് എന്ന് നമുക്ക് ശാന്തമായിരുന്ന് ശ്രവിക്കാം. കർത്താവിൻ്റെ വചനമാണല്ലോ നമ്മുടെ ജീവിതത്തിന് ശക്തിയും പ്രചോദനവും ഊർജവുമൊക്കെ നൽകുന്നത്. ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് വചനം ശരിയായ വിധത്തിൽ മനസ്സിലാക്കുന്നതിനും മനസ്സിലാക്കിയ വചനമനുസരിച്ച് ജീവിക്കുന്നതിനുമുള്ള കൃപയും ശക്തിയുമൊക്കെ നമുക്ക് ലഭിക്കുന്നത്. വചനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായിട്ടും യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഫരിസേയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു. വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല.
അവൻ യൂദയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു. അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. സമറിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവൻ എത്തി. യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച് യേശു ആ കിണറിൻ്റെ കരയിലിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. ആ സമയം ഒരു സമറിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ആ സമറിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമറിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നതെന്ത്? യഹൂദരും സമറിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അവൾ പറഞ്ഞു, പ്രഭു, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും. പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക. മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ. വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുരുകുല വിദ്യാഭ്യാസം നടക്കുന്ന കാലം. ഒരു ഗുരുവിൻ്റെ കീഴിൽ വിദ്യ അഭ്യസിക്കുന്നതിനായിട്ട് ഒരു ശിഷ്യൻ ചെന്നു. അവന് അലസനും മടിയനുമൊക്കെയായിരുന്നു. പഠിക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നത് കൊണ്ട് അധികം ജ്ഞാനം ഈ ഗുരുവിൽ നിന്നും സമ്പാദിക്കുന്നതിന് അവന് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് വേറൊരു ശിഷ്യൻ ഈ ഗുരുവിൻ്റെ അടുത്ത് വിദ്യ അഭ്യസിക്കുന്നതിനായിട്ട് വന്നു. അവൻ നല്ല ഉത്സാഹിയും തീക്ഷ്ണമതിയുമായിരുന്നു. വളരെ പെട്ടെന്ന് അവൻ കാര്യങ്ങൾ പഠിച്ചു. ഇത് കണ്ടപ്പോൾ ഈ ആദ്യത്തെ ശിഷ്യന് പരാതിയായി. ഈ ശിഷ്യൻ വന്ന് ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, ഞാനല്ലേ ആദ്യം നിൻ്റെ അടുക്കൽ വന്നത് വിദ്യ അഭ്യസിക്കുന്നതിനായിട്ട്. നീ എന്നെ ഇവനെ പഠിപ്പിച്ച് അത്രയും കാര്യങ്ങളൊന്നും പഠിപ്പിച്ചില്ലല്ലോ. എനിക്കതിൽ വിഷമമുണ്ട്. എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന്. ഗുരു അല്പനേരം മൗനത്തിലിരുന്നതിന് ശേഷം ഈ ശിഷ്യനോട് ഒരു സംഭവം പറഞ്ഞു. ഗുരു പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു യാത്ര പോവുകയായിരുന്നു. യാത്രയ്ക്ക് പോയപ്പോൾ ഇയാൾക്ക് ദാഹം ഉണ്ടായപ്പോൾ കുടിക്കുന്നതിനായിട്ട് വെള്ളം കരുതാതിരുന്നതുകൊണ്ട് അദ്ദേഹം വെള്ളമുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു. ജനസമ്പർക്കമില്ലാത്ത ഒരു പ്രദേശത്തു കൂടിയാണ് ഇയാൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആളുകളോട് ആരും ചോദിക്കാനും പറ്റിയില്ല. അങ്ങനെ ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കിണർ കണ്ടു. ആ കിണറ്റിൽ വെള്ളമുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, എങ്ങനെയാണ് ഈ വെള്ളം കോരി കുടിക്കുക എന്നുള്ളത്. അദ്ദേഹം കുറച്ച് സമയം അവിടെ നിന്നിട്ട് വീണ്ടും യാത്ര തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു മനുഷ്യനും ഇതുപോലെ ആ വഴിയെ വന്നു. ആ മനുഷ്യനും ദാഹിച്ചു. അയാൾ ഈ കിണറിൻ്റെ അടുത്ത് വന്നു. നോക്കിയപ്പോൾ കിണറ്റിൽ വെള്ളമുണ്ട്, പക്ഷേ അത് കോരുവാനായിട്ടുള്ള തൊട്ടിയും കയറുമൊന്നുമില്ല. അയാൾ ചുറ്റുവട്ടം നോക്കിയപ്പോൾ ഒരു കമുക് കണ്ടു. ആ കമുകിൻ്റെ അടുത്തേക്ക് അദ്ദേഹം ചെന്നു. അതിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന ഒരു പാളയെടുത്ത് വെള്ളം കോരുന്നതിനുള്ള ഒരു തൊട്ടി അദ്ദേഹം ഉണ്ടാക്കി. എന്നിട്ട് ഈ മനുഷ്യൻ ചുറ്റും നോക്കി. അപ്പോൾ കണ്ടു വൃക്ഷത്തിൽ വള്ളികൾ ഇങ്ങനെ കയറിക്കിടക്കുന്നതായിട്ട്. അദ്ദേഹം ആ വള്ളികളൊക്കെ മുറിച്ചെടുത്ത് കൂട്ടിക്കെട്ടി ഒരു കയറ് പോലെ ഉണ്ടാക്കി പാള കൊണ്ടുണ്ടാക്കിയ തൊട്ടി വെള്ളത്തിലേക്ക് ഇറക്കി അതിൽ ആ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിച്ചു തൻ്റെ ദാഹം ശമിപ്പിച്ചു. അല്പനേരത്തെ മൗനത്തിന് ശേഷം
വീണ്ടും ഈ ഗുരു ഈ ശിഷ്യനോട് ചോദിച്ചു, ഈ രണ്ട് ശിഷ്യന്മാരിൽ ആരാണ് സമർത്ഥനായ ശിഷ്യനെന്ന്. അപ്പോൾ ഈ ശിഷ്യൻ പറഞ്ഞു, രണ്ടാമത്തെ ശിഷ്യനാണ് കൂടുതൽ സമർത്ഥനായ ശിഷ്യൻ. അതുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് ആലോചിച്ച് തൊട്ടിയൊക്കെ ഉണ്ടാക്കി വെള്ളം കോരി തൻ്റെ ദാഹം ശമിപ്പിച്ചത് എന്നും. ഗുരുവിൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം ഈ ശിഷ്യൻ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ ഗുരു ശിഷ്യനോട് പറഞ്ഞു, അറിവ് സമ്പാദിക്കാൻ നിനക്ക് എത്രമാത്രം ആഗ്രഹമുണ്ടോ അതനുസരിച്ചായിരിക്കും അത് നേടാനായിട്ടുള്ള നിൻ്റെ പരിശ്രമവും എന്ന്. നീ നിൻ്റെ വിദ്യാഭ്യാസത്തിൽ പിന്നിലായത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് നീ അതിനോട് കാണിച്ച താല്പര്യം അല്ലെങ്കിൽ വിദ്യ അഭ്യസിക്കുന്നതിന് നീ നിൻ്റെ ജീവിതത്തിൽ കാണിച്ച ശ്രദ്ധ വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് നീ പിന്നിലായിട്ട് പോകാനായിട്ട് ഇടയായത് എന്ന്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണമെന്ന് വളരെ ആഗ്രഹമുള്ള ആളുകളാണ്. വിജയിക്കണം, പക്ഷെ അധ്വാനിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് താല്പര്യമില്ല. ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ കഠിനമായിട്ടുള്ള പരിശ്രമവും അധ്വാനവും നമ്മുടെ ജീവിതത്തിൽ വേണം എന്നാണ് ഈ സംഭവത്തിലൂടെ ഗുരു ആ ശിഷ്യനെയും നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത്. ഇത് പഠിക്കുന്ന കാര്യത്തിലായാലും ആത്മീയ വളർച്ച ലഭിക്കുന്നതിനായാലും വിശുദ്ധിയിൽ വളരുന്നതിനായാലും ഏത് കാര്യത്തിലായാലും നമ്മുടെ ജീവിതത്തിൽ ശരിക്കുള്ള ഒരു ദാഹവും ആഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ വിജയിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. നമ്മിൽ പലർക്കും പല കാര്യങ്ങളിലും ശക്തമായിട്ടുള്ള ദാഹം കാണും. എന്നാൽ അവ പലതും നല്ല കാര്യങ്ങൾ ആയിരിക്കണമെന്നില്ല. നമ്മുടെ ദാഹവും പരിശ്രമവുമൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കുമ്പോഴാണ് അത് നമ്മുടെ ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നന്മയ്ക്കുമൊക്കെ ആയിട്ട് മാറുന്നത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. മോശമായ കാര്യങ്ങൾക്കാണ് നമുക്ക് താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ അതിനായിട്ടാണ് നമ്മൾ കൂടുതൽ പരിശ്രമിക്കുന്നത് എങ്കിൽ അതുവഴിയായിട്ട് നമുക്കും മറ്റുള്ളവർക്കും അസ്വസ്ഥതയും അസമാധാനവുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നതിനായിട്ട് സാധിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ജീവിതത്തിൽ എല്ലാ വിജയങ്ങളുടെയും ആരംഭം അത് നേടിയെടുക്കണമെന്നുള്ള നമ്മുടെ ദാഹമാണ് എന്നാണ് പ്രസിദ്ധ ഗ്രന്ഥകാരനായ നെപ്പോളിയൻ ഹിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അത് എത്രയോ ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളെപ്പോലെയും നമ്മളെക്കാൾ കുറച്ചും കഴിവുള്ള ആളുകൾ പലരും നമ്മളെക്കാൾ മെച്ചപ്പെട്ടവരും ഉന്നത വിജയങ്ങൾ നേടുന്നതുമൊക്കെ ആയിട്ട് നമുക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്തത് അവർക്ക് സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം അത് നേടിയെടുക്കുന്നതിനുള്ള തീവ്രമായൊരു ദാഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ദൈവം നമ്മെ ഓരോ കാര്യങ്ങളും ഫലമേൽപ്പിക്കുമ്പോൾ ദൈവത്തിന് പ്രത്യേകമായിട്ടൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ ആ മേഖലയിൽ വളരണമെന്നും ആ മേഖലയിൽ നമ്മൾ വിജയം വരിക്കണം എന്നുമുള്ളത്. അത് നിറവേറ്റിക്കൊണ്ട് പോകുന്നതിന് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്ന, പ്രവർത്തിക്കുന്ന, ദാഹിക്കുന്ന ആളുകളായിട്ട് മാറുന്നതിന് നമുക്ക് സാധിക്കട്ടെ. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മുടെ ജീവിതപാതകളിൽ ഒരു ശക്തിയായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് തുണയായിരിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമുക്ക് വേണ്ടി എപ്പോഴും
മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും പ്രത്യേകമായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ഈ ചാനലിലൂടെയും ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ അറ്റം വരെ എത്തപ്പെടുന്നതിനുള്ള സാഹചര്യം ഉളവാക്കുന്നതിന് വേണ്ടി ഈ ധ്യാന കേന്ദ്രത്തെയും ഈ ചാനലിനെയും ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മരിയൻ കൂടാരങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരങ്ങളോട് ചേർന്ന് സാധിക്കുന്ന എല്ലാവരും ഒരു കൊന്തയെങ്കിലും ചൊല്ലി കാഴ്ചവെക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാ അടയാളങ്ങളായി ഇനി ലോകാതിർത്തികൾ കടന്നു 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 പാറിടാ തിരുവചനത്തിൻ സാക്ഷികളാകാൻ ഉണർന്നെണീറ്റിടാം. ആത്മാവിൻ നവശക്തി ധരിക്കാൻ വചനം ധ്യാനിക്കാം. വചനത്തീ മഴ പെയ്യട്ടെ, ആത്മാവിൻ കനലെരിയട്ടെ. ആളിക്കത്തി തീക്കാറ്റായി ഒരു പുതുയുഗമായി മാറട്ടെ. ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം, ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം. മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാ. മായാലോകത്തിൻ മോഹാവേശങ്ങൾ എല്ലാം നിഷ്പ്രഭം. മായാലോകത്തിൻ മോഹാവേശങ്ങൾ എല്ലാം നിഷ്പ്രഭം. നിന്റെ സ്നേഹം അറിയുമ്പോൾ അറിയുന്നു നാഥ, എല്ലാം ഉപേക്ഷിക്കുന്നു, ഞങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. ഒന്നു മാത്രം അനശ്വരമായി ദൈവസ്നേഹമെന്നും ആർക്കും അനുഭവമായി. നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ, നിൻ കൂടെ പോരുന്നിതാ, നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ, നിൻ കൂടെ പോരുന്നിതാ. ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം, ഒരു
സ്നേഹമെന്നുമെന്നും അനുഗ്രഹമാ സ്വർഗപാദമന്നിനായി തുറന്നതിനാൽ നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ നിൻ കൂടെ പോരുന്നിതാ നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ നിൻ കൂടെ പോരുന്നിതാ മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാ അടയാളങ്ങളായി ഇനി ലോകാതിർത്തികൾ കടന്നു 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 പാറിടാം. തിരുവചനത്തിൻ സാക്ഷികളാകാൻ ഉണർന്നെണീറ്റിടാം ആത്മാവിൻ നവശക്തി ധരിക്കാൻ വചനം ധ്യാനിക്കാം. വചനത്തീ മഴ പെയ്യട്ടെ ആത്മാവിൻ കനലെരിയട്ടെ ആളിക്കത്തി തീക്കാറ്റായി ഒരു പുതുയുഗമായി മാറട്ടെ. ഒരു യുഗം ഇത് പുതുയുഗം ഒരു യുഗം പുതുയുഗം ഒരു യുഗം ഇത് പുതുയുഗം ഒരു യുഗം പുതുയുഗം മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ ശിരസ് നമുക്ക് കുനിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം ഈ വിരുന്നിൽ പങ്കുചേർന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസവും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നന്ദി.